സാധാ ഒരു ഫൈറ്റ് ഒരു 3 ഔട്ട് ഓഫ് 5 3.5 മാക്സിമം. പക്ഷേ കണ്ടോണ്ടിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മെന്റൽ ടോർച്ചർ പോലെയായിരുന്നു. വെരി ഫ്രാങ്ക്, എക്സ്പെക്ട് ചെയ്ത പോലെയല്ല. പിന്നെ വിക്രത്തിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ അതൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു. കുറച്ചുകൂടെ ഒന്ന് എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല വന്നത്. താങ്ക് യു. ഭയങ്കര മെന്റൽ ടോർച്ചറാണ്. ഒച്ചയും ഭയങ്കര ഹൗലിങ്ങും പ്ലോട്ട് അങ്ങനെയാണ്, പക്ഷെ അത് നല്ല പടമായിരുന്നു. സൂപ്പർ. ഇഷ്ടപ്പെട്ടു. ഫൈറ്റ് ഉണ്ട്, നല്ല ഹിസ്റ്റോറിക്കൽ ആണോ? അതെ അതെ, ഏകദേശം ചോള രാജാക്കന്മാരുടെ സമയത്തുള്ള അതും പിന്നെ മൈൻ നമ്മുടെ ശരിക്കും പറഞ്ഞ ഈ വയനാട് ദുരന്തത്തിന്റെ ഒരു ഇത് പറഞ്ഞു വെച്ചാൽ ശരിക്കും വയനാടിന്റെ ദുരന്തത്തിന്റെ കാരണം തന്നെ പറയണത് എന്താ, മൈൻ ചെയ്തിട്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തെ മൈൻ ചെയ്ത് അങ്ങനെ വന്ന വെള്ളപ്പൊക്കം അങ്ങനെ വന്നാണെന്ന് നമ്മളെ പറയപ്പെടുന്നത്. അങ്ങനെ അതേപോലെ ഒരു അതേ സ്റ്റോറി എപ്പോഴോ കൊണ്ടുവന്നു എന്നാണ് തോന്നുന്നത്. നല്ല നല്ല സ്റ്റോറി ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. എല്ലാവരും കാണണമേ. ഇനി ഹസ്ബൻഡ് വന്നിട്ടില്ല, ചിലപ്പം കൂടെ വന്ന് കാണും. സൂപ്പറാണ്. എത്രയിലും 5-ലോ? 5 തന്നെ കൊടുക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, നമ്മള് ഒരാളെ കുറിച്ച് നമുക്ക് മോശം പറയാനായിട്ട് താല്പര്യമില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതാണ് പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കൊരാളെ മോശം പറയാൻ താല്പര്യമില്ല. അതല്ല, അവരവരുടെ ഇഷ്ടമല്ലേ. ഇത് കാണണം, സിനിമയല്ലേ, എല്ലാരും വന്ന് കാണണം. അത് ഒരാളുടെ അഭിപ്രായം കേട്ടിട്ടായിരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കാണുക, ആരും ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. വേണേ വന്ന് കാണുക, ഒരാളുടെ അഭിപ്രായം കേട്ട് കാണാതിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പടം കുഴപ്പമില്ല കാണാം, പക്ഷെ ഭയങ്കര ലാഗിങ് ആണ്. സ്റ്റാഫ് വലിയ രസം ഉണ്ടായില്ല, സെക്കൻഡ് ഹാഫ് നല്ലായിരുന്നു. നല്ലതാണ്. For example, why Paranjit is one of the important filmmakers right now in India, and his way of storytelling is something we have not seen, which needs to be told more. Everyone has done better. Parvati and Chiran Vikram has done a commendable job, and someone with the active prowess of Vikram, this film is a much more important thing in his career. Political, as usual, as I said, Ranjit's way of storytelling is very important and needed at times like this. We should expect more films like this from other people.